CPM-ന്റെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ പുറത്തു വരികയാണ്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സമിതിയിലെ അംഗസംഖ്യ 2 എണ്ണം ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ 87 ആയിരുന്നു, അത് 89 അംഗ സമിതിയായി നിലവിൽ വരുന്നു. വി വസീഫ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താൻ പോകുന്നു. അനിൽകുമാർ, എം പ്രകാശൻ മാസ്റ്റർ, അതുപോലെ പുതുമുഖങ്ങളായി എത്തുന്നതിൽ 2 പേർ വനിതകളാണ് എന്ന വിവരം പുറത്തു വരുന്നു. PR രഘുനാഥ്, ശാന്തകുമാരി MLA, കോട്ടയത്ത് നിന്ന് രഘുനാഥ്, ഇവരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു. എന്താണ് അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്നുള്ള കാര്യം തേടാം. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? നിലവിൽ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ 87 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന സമിതിയുടെ അംഗസംഖ്യ 2 എണ്ണം വർദ്ധിപ്പിച്ച് 89 ആക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്തെ മെമ്പർഷിപ്പിന്റെ വർധനവിലുണ്ടായ മാറ്റമാണ് ഇതിന് കാരണം. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 17 പുതുമുഖങ്ങളാണ് ഈ 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. ഇതിൽ 2 പേർ വനിതകളാണ്. ശാന്തകുമാരി MLA ഈ വനിതാ പ്രാതിനിധ്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെത്തി. ഒപ്പം തന്നെ ആർ ബിന്ദു സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, മന്ത്രി ആർ ബിന്ദു. ഇതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, സംസ്ഥാന സെക്രട്ടറി VK സനോജ് എന്നിവരും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ പുതുതായി ഉൾപ്പെടുത്തപ്പെടുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് പ്രകാശൻ മാസ്റ്റർ, കണ്ണൂരിലെ സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പ്രകാശൻ മാസ്റ്റർ. ആലപ്പുഴയിൽ നിന്ന് അഡ്വക്കേറ്റ് K പ്രസാദ്, അദ്ദേഹം ഈ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം ഈ സമ്മേളനത്തിൽ ഇടയ്ക്ക് വെച്ച് ആലപ്പുഴയിലേക്ക് പോയ ആളാണ്. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് K പ്രസാദ് ആലപ്പുഴയിലെ സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നേരത്തെ 87 അംഗ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായിരുന്ന ജോൺ വിട്ടാസിനെ സ്ഥിരപ്പെടുത്തി അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തി. കോട്ടയത്ത് നിന്ന് TR രഘുനാഥിനെ ഈ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. അദ്ദേഹം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കപ്പെടുന്ന ആളാണ്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന AV റസലിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് അവരുടെ ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ വരുന്നത് പേരുകൾ, ഇപ്പോൾ നമുക്ക് വരുന്ന പേരുവിരികൾ ഇതാക്കി. അത് ജോൺ വിട്ടാസ്, അതോടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി N രാജഗോപാലൻ സംസ്ഥാന സമിതിയിലുണ്ട്. K റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. M മെഹബൂബ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിലും തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിനെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് M പ്രകാശ് മാസ്റ്റർ, K പ്രസാദ്, കൊല്ലത്ത് നിന്ന് S ജയമോഹൻ, അദ്ദേഹം കശുവണ്ടി കാപ്പക്സിന്റെ ചെയർമാനാണ്, അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വാമനപുരം MLA ആയ DK മുരളിയാണ് ഈ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇത് കൂടാതെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള മറ്റാളുകൾ M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, വി വസീഫ്, K ശാന്തകുമാരി, ആർ ബിന്ദു. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ശാന്തകുമാരിയും മന്ത്രി ആർ ബിന്ദുവുമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് മേയറായ M അനിൽകുമാർ സംസ്ഥാന സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് K പ്രസാദ് ഉണ്ട്. PR രഘുനാഥ് കോട്ടയത്ത് നിന്ന്, S A മോഹൻ കൊല്ലം, DK മുരളി തിരുവനന്തപുരം എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടൊപ്പം AK ബാലൻ, അതോടൊപ്പം EP ജയരാജന് ഇളവ് നൽകിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായപരിധി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇളവ് നൽകാൻ സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നു. EP ജയരാജൻ ഉണ്ട്. അഥവാ TP രാമകൃഷ്ണനും ഇളവ് ലഭിച്ചിരിക്കുന്നു. TP രാമകൃഷ്ണനും സംസ്ഥാന സമിതി അംഗമായി തുടരും. സംസ്ഥാന സമിതിയുടെ പട്ടികയിൽ 1-ാം പേരുകാരനായി പിണറായി വിജയൻ, 2-ാം പേരുകാരനായി MV ഗോവിന്ദൻ, 3-ാം പേരുകാരനായി EP ജയരാജൻ, 4-ാം പേരുകാരനായി ഡോക്ടർ TM തോമസ് ഐസക്, അത് കഴിഞ്ഞാൽ KK ശൈലജ, എളമനം കരീം, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, K രാധാകൃഷ്ണൻ, CS സുജാത, P സതീദേവി, PK ബിജു, M സ്വരാജ്, PA മുഹമ്മദ് റിയാസ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, പുത്രൻ ദിനേശൻ, K സതീശ്ചന്ദ്രൻ, CH കുഞ്ഞമ്പു, MV ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ് എന്നിങ്ങനെയാണ് ഈ സംസ്ഥാന സമിതിയുടെ പാനലിലുള്ളത്. എന്തായാലും പുതുതായി 17 പേരുണ്ട്. അതിൽ 2 വനിതകളാണ്. വനിതകളിൽ ഒരാൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, മറ്റൊരാൾ ശാന്തകുമാരി MLA-യുമാണ്. ഡിവൈഎഫ്ഐയുടെ 2 ഭാരവാഹികളും സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. വി വസീഫിനും ഒപ്പം തന്നെ VK സനോജുമാണ് എത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശ് മാസ്റ്റർ, ആലപ്പുഴയിലെ സീനിയർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രസാദ്, കൊല്ലത്തെ സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ, തിരുവനന്തപുരത്തെ സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം DK മുരളി എന്നിവരും എത്തിയിരിക്കുന്നു. എന്തായാലും പാനൽ അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ 17 പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗസംഖ്യ 87 നിന്ന് 89 വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
ആശ്രയത്ത് തുടരുക.